ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കർമ്മല കുസുമം, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ശല്യക്കാരായ പാമ്പാറയുടെയും മാണിപ്പറമ്പിലുടെയും കൂട്ടുകാര്. എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണമെന്ന് ഞാൻ സൂചിപ്പിക്കാം. അതിനു മുമ്പ് ഞാനൊരു കഥ പറയാം. കഥയല്ല, ഉണ്ടായ സംഭവം. പൂനെ പേപ്പൽ സെമിനാരിയിൽ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ്സിനിടയ്ക്ക് ഒരു സെമിനാരിക്കാരനോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഉത്തരം പറയാനായിട്ട് ഈ സെമിനാരിക്കാരൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉത്തരം പറയാൻ തുടങ്ങി. ഐ തിങ്ക് ഞാനിങ്ങനെ വിചാരിക്കുന്നു, അല്ലേ, ഐ തിങ്ക് ഇങ്ങനെയാണ് എൻ്റെ വിചാരം. പ്രൊഫസർ പറഞ്ഞു, യു നീഡ് നോട്ട് എ തിങ്ക്. നീ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നീയൊക്കെ എന്ത് ചിന്തിക്കണമെന്ന് ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. നീ ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഐ തിങ്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ ആ സെമിനാരിക്കാരനോട് പ്രൊഫസർ പറഞ്ഞു, നീ അങ്ങനെ തിങ്ക് ചെയ്യണ്ട. നീയും നിന്നെപ്പോലുള്ളവരും എന്ത് ചിന്തിക്കണമെന്ന്, എന്ത് തിങ്ക് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭ. നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ സത്യത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ കുർബാനയെക്കുറിച്ചോ ചിന്തിക്കേണ്ട. എന്തൊക്കെ വേണമെന്ന് ഞങ്ങൾ മെത്രാന്മാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം നടപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള തീരുമാനമൊന്നുമല്ല. ഞങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. നടപ്പാക്കേണ്ടത് ഞങ്ങൾ പിന്നെ തീരുമാനിക്കും. നിങ്ങളുടെ ചിന്തയെ ഇല്ലാതാക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനമാണത്. നിങ്ങൾ കുർബാനയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. നടപ്പാക്കാൻ താല്പര്യമില്ലാത്തൊരു തീരുമാനം, നിങ്ങൾ ഇതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം. കുർബാന നമുക്ക് വേണ്ടിയുള്ളതല്ലേ, നമ്മൾ പങ്കെടുക്കേണ്ടതല്ലേ. പക്ഷെ അവർ പറയുന്നത്, നിങ്ങൾ അതേക്കുറിച്ച് ആവലാതിപ്പെടേണ്ട, ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ലിറ്റർജി ഞങ്ങളുടെ വിഷയമാണ്, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നടപ്പാക്കാനുള്ള തീരുമാനമല്ല, നിങ്ങൾ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം. ഈ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ. കുർബാനയിൽ പങ്കെടുക്കേണ്ട ജനങ്ങൾ കുർബാനയെക്കുറിച്ച് വേവലാതി വേണ്ട എന്ന് പറയുകയും അവർക്കിഷ്ടമില്ലാത്തതും സഭ താല്പര്യപ്പെടാത്തതും സഭ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ചതും ആയുള്ള കുർബാനയിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്ന ഒരു തരം സഭാ നേതൃത്വം, പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന സഭാ നേതൃത്വം എന്ന് പറയാം. തങ്കവിഗ്രഹങ്ങൾ വീണുടയുന്നു എന്ന ശീർഷകത്തിൽ കർമ്മലകുസുമം മാസികയിൽ ഒരു ലേഖനം വന്നു. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കെതിരെയുള്ള ഒരു ലേഖനമാണത്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു മെത്രാനോട് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ മെത്രാൻ പറഞ്ഞു, ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഒരു ദിവസമാണ് ഈ ലേഖനത്തിൻ്റെ ആയുസ്. ഏതാനും നിമിഷ നേരത്തേക്ക്. ഈ ലേഖനത്തിന് വലിയ ആയുസൊന്നുമില്ല. അതിന് ഒരു കൊടുങ്കാറ്റാകാനുള്ള ശക്തിയുമില്ല. ചായക്കോപ്പയിൽ ഒരു കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ശക്തി ഉണ്ടാവും? ഈ ലേഖനം ഉയർത്തുന്ന വിമർശനങ്ങൾ അത് എത്രമാത്രം സത്യസന്ധമാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ മെത്രാന്മാർ തയ്യാറല്ല എന്ന് ധ്വനി. ദൈവജനത്തിൻ്റെ വേദനകളാണ് കർമ്മലകുസുമത്തിലെ ലേഖനത്തിലൂടെ വന്നത്. അത് മനസ്സിലാക്കാനോ അതിനോട് താതാത്മ്യം പ്രാപിക്കാനോ, ആ വേദനകൾ തങ്ങളുടെ വേദനയാണ്, സഭയുടെ വേദനയാണ്, സഭയുടെ മുറിവാണ് എന്നൊക്കെ ചിന്തിക്കാനോ അതിന് പരിഹാരം കാണാനോ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ഈ തങ്കവിഗ്രഹങ്ങൾ വീണുടയുന്നു എന്ന ശീർഷകത്തിലുള്ള ആ ലേഖനം, കർമ്മലകുസുമത്തിലെ ലേഖനം, അതിനു മുമ്പും പല ലേഖനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ല. വിശ്വാസമാണ്, അബ്രഹാമിൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ തുടർച്ചയിൽ വിശ്വാസത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയതാണ് പുതിയ നിയമം. ഈ ദൈവത്തിലേക്ക് തിരിച്ചു നടക്കാൻ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. ഈ ബാബേൽ ഗോപുരം പണിത സ്ഥലത്തു നിന്നാണ് ദൈവം വിളിക്കുന്നത് തിരിച്ചു നടക്കാൻ, ദൈവത്തിലേക്ക് തിരിച്ചു നടക്കാൻ. അപ്പോൾ അബ്രാഹാം തിരിച്ചു നടക്കുന്നു.
പക്ഷെ ആ തിരിച്ചു നടപ്പിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് ഹെബ്രായ ലേഖനം 11 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും ദൈവം തന്നെ അടിത്തറയായി ഉള്ളതുമായ നഗരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അബ്രഹാമിനെ വിശ്വാസത്തിന്റെ ചുവടുവെപ്പ് നടത്താൻ പ്രേരിപ്പിച്ചത്. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും ദൈവം തന്നെ അടിത്തറയായി ഉള്ളതുമായ നഗരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതാണ് അബ്രഹാമിനെ വിശ്വാസത്തിന്റെ ചുവടുവെപ്പ് നടത്താൻ പ്രേരിപ്പിച്ചത്. ആ വിശ്വാസത്തിൽ പങ്കുചേർന്ന ഞങ്ങള്, വിശ്വാസത്തിന്റെ മനുഷ്യരായ ഞങ്ങൾക്ക് ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ല, ദൈവം നൽകുന്ന ശക്തമായ സൂചനയാണ്, ഈശോ നൽകുന്ന ഒരു അടയാളമാണ്. സഭയുടെ സുറിയാനി സ്വത്വവും ആഴമേറിയ ഐക്യതയും ജീവിത ലക്ഷ്യവും കണ്ടെത്താൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം നൽകുന്ന കാലത്തിന്റെ അടയാളങ്ങളാണ് ഞങ്ങൾക്കിത്. എറണാകുളത്തെ ശീഷ്മയില്, പ്രത്യേകിച്ചും എറണാകുളത്തെ 2 മെത്രാന്മാരുടെ ശീഷ്മയില് ഉൾപ്പെടാൻ തയ്യാറല്ലാത്ത ദൈവജനം അപ്പുറത്ത് ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തലിന്റെ, ഓർമ്മപ്പെടുത്തലിന്റെ, മുന്നറിയിപ്പിന്റെ, താക്കീതിന്റെ അടയാളമാണത്. ആരോഗ്യമുള്ള ഏത് സമുദായത്തിനും വേണ്ടതാണ് ചരിത്രബോധവും ഉറവിടങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കും. നമ്മൾ ഭാരതീയത എന്ന് പറയുമ്പോഴോ ഒക്കെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചരിത്രം, നമ്മുടെ സംസ്കൃതി. ആ സംസ്കൃതിയെയും ചരിത്രത്തെയും തമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ഘട്ടത്തിലും കഴിയില്ല, ഒരു സമുദായത്തിനും കഴിയില്ല. ഈ ക്രിസ്ത്യൻ സമുദായത്തെ, ക്രിസ്തീയ സമുദായത്തെ പറ്റി പറയുമ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയാണ് ഈ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോക്കെന്ന് പറഞ്ഞാൽ. ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയാണ്, ഈശോയിലേക്കുള്ള മടക്കയാത്രയാണ്. അതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ക്രിയാത്മകമായ വിമർശനം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വ്യതിചലിക്കും. ആ വ്യതിചലനത്തെ തിരിച്ചറിയാനാണ് ക്രിയാത്മക വിമർശനം. വ്യതിചലനം എവിടെ സംഭവിച്ചു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ക്രിയാത്മക വിമർശനം. ഇപ്പോൾ അത്തരം ക്രിയാത്മക വിമർശനങ്ങൾ പറയാൻ വേദിയില്ലാതായി. ഇപ്പം മുഴുവൻ ഫ്ലാറ്ററിയാണ്, പുകഴ്ത്തലാണ്, സ്തുതിപാഠകരുടെ പുകഴ്ത്തലുകളാണ് എല്ലാവരുടെയും കാണുന്നതും കേൾക്കുന്നതും. അതിൽ മെത്രാന്മാരോ വൈദികരോ ഒന്നും ഒരു വ്യത്യാസമില്ലാതായിരിക്കുന്നു. സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്നവരില്ലാതായിരിക്കുന്നു. വേദികളില്ല, സത്യം പറയുന്നവരില്ല, സത്യസന്ധമായിട്ട് സംസാരിക്കുന്നവരില്ല. വാക്കുകൾക്ക് വിലയില്ലാതായി, വാക്കുകൾക്ക് വിലയില്ലാതായി. വെറുതെ പുകഴ്ത്തലുകൾ, അതും എന്താ പറയുക, അപാരമായ സാമാന്യ യുക്തിക്കോ സാമാന്യ ബോധത്തിനോ ചേരാത്ത പുകഴ്ത്തലുകൾ. അപ്പോൾ ക്രിയാത്മകമായ വിമർശനത്തിനുള്ള വേദികളില്ലാതായി. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഗൗരവമായി ചർച്ച ചെയ്യാത്തൊരു സ്ഥിതിവിശേഷം ഉടലെടുത്തിരിക്കുന്നു. തീർന്നില്ല, പറയുന്നവരെ ഒറ്റപ്പെടുത്തി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് പതിവാക്കിയിരിക്കുന്നു. വല്ലപ്പോഴും ഒരിക്കലല്ല, അതൊരു പതിവായി. അപ്പോൾ പൊതുവിടങ്ങളിലും, ഈ കർമ്മല കുസുമം പോലെയുള്ള പൊതുവിടങ്ങളിലും തെരുവിലും ഇക്കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തേണ്ടി വരുന്നു. അത് നിർബന്ധിക്കപ്പെടുകയാണ്. ജനത്തെ ദൈവത്തോടൊപ്പം നിർത്താൻ, വിശ്വാസത്തിൽ തുടരാൻ, ഈ ശീഷ്മയിൽ പോകാതിരിക്കാൻ, മെത്രാന്മാരുടെ അഴകൊടമ്പൻ രീതിയിൽ തളർന്നു പോകാതെ സഭയ്ക്ക് വേണ്ടി പോരാടാൻ വേണ്ടി, ദൈവത്തിൽ തുടർന്ന് ആശ്രയിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയാണ് പൊതുവിടങ്ങളിൽ വന്ന് ഇതുപോലുള്ള കർമ്മലകുസുമം പോലെയുള്ള മാസികകളോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതുവിടങ്ങളിലൊക്കെ വരുന്നത് ഒരുപാട് പേരുണ്ട്. ഞാനൊന്നും തന്നെയൊന്നുമല്ല. അങ്ങനെ വരുന്നതിന് കാരണം ഈ പറഞ്ഞ ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ദൈവജനത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. ചില രാഷ്ട്രീയ കക്ഷികൾക്കെന്ന പോലെ ചില മെത്രാന്മാർക്ക് കസേരയാണ് മാനദണ്ഡം, ക്രൈറ്റീരിയൻ. മാനദണ്ഡം കസേരയാണ്. ദൈവജനം എന്ന പ്രജ നീതിയായി എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ അവർ ഭീഷണിപ്പെടുത്തും. കാരണം കസേരയ്ക്ക് അത് ദോഷമാണ്. രാഷ്ട്രീയക്കാരെയും പോലീസിനെയും പിന്നെ കാനൻ ലോയൊക്കെ ഉപയോഗിച്ച് അവർ ഉപദ്രവിക്കും. അപ്പോൾ കാനൻ ലോ ഏട്ടിലെ പശുവല്ല, പിന്നെ അവർ തെരുവിലേക്ക് ഇറക്കി വിടും. അപ്പോൾ അതുവരെ കൂടെ നിന്നവരെല്ലാം അവരെയും കൈവിടും. അപ്പോൾ അവരെ കൈവിടും, അവരൊറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ ഈ കസേര വിജയിച്ചു എന്നാണ് വിചാരിക്കുന്നത്, ഇല്ലേ? ഒറ്റപ്പെട്ടു, അവർ തളർന്നു പോയി, അപ്പോൾ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും കസേരയ്ക്ക് ഉണ്ടാകില്ല. ദൈവജനം തെരുവിൽ വിചാരണ ചെയ്യപ്പെടുകയും വിധി നേരിടേണ്ടി വരികയും ചെയ്യുന്നു. അവർ തളർന്നു പോകുന്നു. അപ്പോൾ കസേരയ്ക്ക് കോട്ടമില്ലെന്ന് ഈ കസേര മാനദണ്ഡമാക്കിയിരിക്കുന്ന മെത്രാന്മാരോ അല്ലെങ്കിൽ അധികാരികളോ വിചാരിക്കുന്നു. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ
തങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ് ദൈവജനം തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. സഭാമക്കൾ നീതി തേടി തെരുവിലാണ്. അവർക്ക് ശക്തിയില്ലല്ലോ, അല്ലേ? അവർക്ക് 5000 പേരെവിടെ, 50,000 പേരെവിടെ ചോദിക്കുന്നു. അങ്ങനെയാണോ നിങ്ങൾ ശീലിപ്പിച്ചിരിക്കുന്നത്, പരിശീലിപ്പിച്ചിരിക്കുന്നത്? അച്ഛന്മാർക്ക് വരും, മെത്രാന്മാർക്ക് വരും, യാതൊന്നും പറയരുതെന്നാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. അത് വിട്ടൊഴിയാൻ അത്ര എളുപ്പമല്ല. അത് നല്ല ശീലമായിരുന്നു വാസ്തവത്തിൽ. കാരണം ദൈവത്തിൻ്റെ മനുഷ്യരായിരുന്നു വൈദികരും മെത്രാന്മാരും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യരെ പോലെ അവരെ കേട്ടിരുന്നു. ഇപ്പം അങ്ങനെയല്ല പലപ്പോഴും. അതുകൊണ്ടാണ് തെരുവിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോഴും ജനത്തിനൊരു മടിയുണ്ട്. എന്താ കാര്യം? ദൈവത്തിൻ്റെ പേരിലാണല്ലോ മെത്രാനും വൈദികനും ഒക്കെ. ആ ഒരു ദൈവഭയം മനുഷ്യർക്കുള്ളത് കൊണ്ടാണ് തെരുവിലിറങ്ങാൻ മടിക്കുന്നത്. ഈ സഭയുടെ തീരുമാനങ്ങൾ അനുസരിക്കാത്തവരെ സംരക്ഷിക്കാനായി വഴിവിട്ട നടപടികളെടുക്കുന്ന മെത്രാന്മാർ സീറോ മലബാർ സഭയ്ക്ക് ഒരു ബാധ്യത തന്നെയാണ്. സഭയുടെ തീരുമാനങ്ങൾ അനുസരിക്കാത്തവരെ സംരക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട നടപടികൾ എടുക്കുന്ന ഈ സമവായ മാർഗരാഗം പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആ മെത്രാന്മാർ സഭയ്ക്ക് ബാധ്യത തന്നെയാണ്. ഇപ്പം നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല, പക്ഷെ അത് ബാധ്യതയാണ്. കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മെത്രാന്മാരുടെ തീരുമാനങ്ങളും നിലപാടുകളും അവർ നടത്തിയ നേരും നെറിവുമില്ലാത്ത ചർച്ചകളും അവരുടെ നിലവാരം സമൂഹത്തിന് മുമ്പ് വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്താണ്? തറയല്ല, തത്തറ. കുർബാന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട അവരെടുത്ത തീരുമാനങ്ങൾ, നിലപാടുകൾ, അവർ നടത്തിയ നേരും നെറിവുമില്ലാത്ത ചർച്ചകൾ, സമവായങ്ങൾ, ഒത്തുതീർപ്പുകൾ എല്ലാം മെത്രാന്മാർ ദൈവത്തിൻ്റെ മനുഷ്യരല്ല എന്ന തോന്നലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് അവർ തന്നെ ഉണ്ടാക്കിയതാണ്. ചില സംഘടനകൾക്ക് സംഘബലമാണ് മുഖ്യം. സംഘബലം, ആദർശമൊന്നും അവിടെ പ്രധാനപ്പെട്ടതേ അല്ല. അവിടെ പണവും സംഘബലവുമാണ് മുഖ്യം. തിന്മയ്ക്ക് വേണ്ടി അവർ ഒറ്റക്കെട്ടായി നിൽക്കും. ഒറ്റക്കെട്ടെന്ന് പറയുന്നത് തിന്മയ്ക്ക് വേണ്ടിയുള്ള ഒറ്റക്കെട്ടാണ്. ഇനി ആ സംഘടന അംഗങ്ങളെ എന്ത് വില കൊടുത്തും അവർ സംരക്ഷിക്കും. കാരണം പണവും ഈ ഒറ്റക്കെട്ടുമാണ് അവരുടെ ബലമെന്ന് വിചാരിക്കുന്നു. ആരെയും തെരുവിലേക്ക് അവർ വിടുകയില്ല. അത് ഈ ഒറ്റക്കെട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. തിന്മയുടെ കെട്ടുപൊട്ടിക്കാൻ ആരെയും അവർ അനുവദിക്കില്ല. ആരെങ്കിലും ആ കെട്ട് പൊട്ടിച്ച് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവരെ കായികമായി നേരിടാനും മടിക്കില്ല. ഇതാണ് പല പള്ളികളിലും സംഭവിക്കുന്നത്. ഏകീകൃത കുർബാന നടക്കുന്ന പല പള്ളികളിലും കെട്ട് പൊട്ടിച്ച് പുറത്തു പോയവരെ അവർ കായികമായി ആക്രമിക്കുന്നു, അല്ലെങ്കിൽ കുർബാനയെ ആക്രമിക്കുന്നു. അക്രമം ഭീരുക്കളുടെ ശൈലിയാണ്. ഈ കാട്ടിക്കൊടുത്ത അക്രമങ്ങളൊക്കെ ഭീരുക്കളുടെ ശൈലിയാണ്. ധീരന്മാർക്ക് അക്രമം കാണിക്കേണ്ട കാര്യമില്ല. ഈ സംഘബലമുള്ള സംഘടനകളുണ്ടല്ലോ, പണവും സംഘബലമുള്ളത്, അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് ഭയങ്കര ശക്തിയാണ്. എന്താ കാര്യം? അവരുടെ ആദർശങ്ങൾക്ക്, അടിത്തറയിൽ നിൽക്കുന്ന ആദർശങ്ങൾക്ക് ബലക്ഷയമുണ്ട്. നാളെ സൂര്യൻ ഉദിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ തൊണ്ട പൊട്ടുമാറ ഉച്ചത്തിൽ പറയേണ്ട കാര്യമുണ്ടോ? നാളെ സൂര്യൻ ഉദിക്കും. അങ്ങനെ പറഞ്ഞാലും സൂര്യൻ ഉദിക്കും. അപ്പോൾ സത്യത്തിന് ബലക്ഷയമുണ്ടെങ്കിൽ മുദ്രാവാക്യങ്ങൾക്ക് ഒച്ച കൂടും. സത്യത്തിന് നല്ല ബലമുണ്ടെങ്കിൽ മുദ്രാവാക്യം തന്നെ ആവശ്യമുണ്ടാകില്ല. ഈ സംഘടനകൾ സംഘബലവും പണവും ഉപയോഗിച്ച് മുദ്രാവാക്യങ്ങൾക്ക് ഒച്ച കൂട്ടുമ്പോൾ അതിൽ പേടിച്ചു പോവുകയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാത്ത മെത്രാന്മാർ. എല്ലാ മെത്രാന്മാരെയും കുറിച്ചല്ല ഞാൻ പറയണേ. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്ത, പരിശുദ്ധാത്മാവിന് ശക്തിയിൽ വിശ്വസിക്കാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത ചില മെത്രാന്മാർ ഈ മുദ്രാവാക്യങ്ങളുടെയും പണത്തിൻ്റെയും ഉങ്ക് കാണുമ്പോൾ അതിൽ പേടിച്ച് വിറയ്ക്കുകയാണ്. അങ്ങനെയുള്ളവരെ ഈ സഭാവിരുദ്ധ പാപ്പാവിരുദ്ധ സംഘടനകളെ ചേർത്ത് നിർത്തി സത്യത്തിൽ ശീഷ്മയിലായിരിക്കുന്ന ഒരു സഭാ നേതൃത്വമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിലുള്ളത്. ശക്തമായ നടപടികളെടുത്താൽ ഈ സംഘടനാ മുന്നേറ്റ സംഘടനക്കാരും വിമതരും സഭയെ പിളർത്തുമെന്നും അവർ സ്വതന്ത്ര സഭയാകുമെന്നുള്ള നുണ, കല്ല് വെച്ച നുണ ഈ മെത്രാന്മാർ വത്തിക്കാനോട് പറയുന്നു. വത്തിക്കാന് അത് വിച്ഛേദിക്കാനേ തരമുള്ളൂ. അല്ലെങ്കിൽ ഈ സഭ ഇങ്ങനെ നശിക്കാൻ കോപ്പുകുട്ടി നടക്കുന്ന സഭ, അതിലിപ്പോൾ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലെന്ന് വത്തിക്കാൻ തീരുമാനിക്കുന്നു. ഈ മുന്നേറ്റക്കാരും വിമതരം ചെന്ന് സഭ പിളർത്തുമെന്ന നുണ വത്തിക്കാനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർ സഭ പിളർത്തുമെന്ന്? യാക്കോബായ ഓർത്തഡോക്സ് സഭകളെ പോലെ നടക്കില്ല. കാരണം ജനം അവരുടെ കൂടെ ഇല്ല. ഈ
ജനം തെരുവിലേക്ക് ഇറങ്ങുന്നില്ലെന്ന് കരുതിയിട്ട് ആത്മായ മുന്നേറ്റക്കാരുടെ കൂടെയും വിമതരുടെ കൂടെയും അല്ല. പിന്നെ പറയാണ് ഞങ്ങൾ സൂയി യൂരിസ് ആണ്. സൂയി യൂരിസ് എന്ന് വെച്ചാൽ സ്വന്തമായി നിയമസംഹിതയുള്ള സഭയാണ്. അപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കാര്യമായിട്ട് ഇടപെടണ്ട എന്ന് വത്തിക്കാനോട് പറയുന്നു. സ്വന്തമായി നിയമസംഹിതയുള്ള സഭയാണ് ഞങ്ങൾ. സൂയി യൂരിസ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, സ്വന്തമായി നിയമസംഹിതയുള്ളത്. എന്നിട്ട് ആ നിയമസംഹിത എവിടെയാണ് നടപ്പായിരിക്കുന്നത്? ആ നിയമങ്ങൾ പാടെ ലംഘിക്കപ്പെട്ടപ്പോഴാണ് പാമ്പാറയച്ചൻ്റെ കോടതി വിധികളുമായിട്ട് വന്നത്. അപ്പോൾ പാമ്പാറയച്ചനെ ശല്യക്കാരനായി മുദ്ര കുത്തി. പാമ്പാറച്ചൻ ശല്യക്കാരനാണ്. കർമ്മലകുസുമം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. മാണിപ്പറമ്പിലച്ചൻ ശല്യക്കാരനാണ്. ഈ ശല്യക്കാരെയൊക്കെ അമർച്ച ചെയ്യാനുള്ള വഴികളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്ക് തെറ്റുപറ്റിയെന്നോ അവർ ചീസ്മയിലാണെന്നോ തങ്ങൾ പറയുന്ന നുണയാണെന്നോ അംഗീകരിക്കാനുള്ള മനസ്സില്ല. എന്തിനാണ് ഈ സ്വയം സൂയി യൂരിസ് ഞങ്ങൾ സ്വന്തമായി നിയമസംഹിതയുള്ള സ്വതന്ത്ര സഭയാണ് എന്ന് പറയുന്നത്? സ്വതന്ത്ര സഭയല്ല, വ്യക്തിഗത സഭയാന്ന് പറയുന്നത്. ഇപ്പോ ഈ സുറിയാനി സഭയില്, സീറോ മലബാർ സഭയില് ഒരു നിയമവും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിയമങ്ങൾ മാത്രമേ നടപ്പാക്കൂ എന്ന് ഒരു തീരുമാനത്തിന് പുറത്താണ്. വത്തിക്കാനോട് പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായ നിയമങ്ങളുണ്ട്, നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾ സൂയി യൂരിസ് ആണ്, സ്വന്തമായി നിയമസംഹിതയുള്ളത്. ആ നിയമസംഹിത പാടെ തെറ്റിക്കുന്നു. അപ്പോഴാണ് സ്പെഷ്യൽ കോടതി ഇടപെടുന്നത്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നിയമങ്ങൾ ഞങ്ങൾ അധികാരികൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് മറിച്ചൊക്കെ പറയും, വാക്ക് മാറ്റി പറയും, തെറ്റി പറയും, എല്ലാം ചെയ്യും. ഞങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യും. ഇതിനെയാണ് ഇപ്പൊ സൂയി യൂരിസ് എന്ന് പറയണേ. സൂയി യൂരിസ് എന്ന വാക്കിന് ഇപ്പോൾ മെത്രാന്മാരുടെ തോന്നിവാസ സഭ എന്നായി. എല്ലാ മെത്രാന്മാരെ അല്ല ഞാൻ പറയുന്നത്, മെത്രാന്മാരുടെ തോന്നിവാസ സഭ. സ്വന്തമായി നിയമസംഹിതയുള്ള സഭയല്ല, തോന്നിയാസ സഭ. ഇപ്പൊ നടക്കുന്ന ഈ മെത്രാൻ സിനഡിലും എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഈ മെത്രാൻ സിനഡ് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ പറഞ്ഞ കർമ്മലകുസുമം, പാമ്പാറയച്ചൻ, മാണിപ്പറമ്പിലച്ചൻ അവരൊക്കെ ശല്യക്കാരെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങുണ്ടാകുമോ ആവോ? പാമ്പാറച്ചന്റെ നിയമവും നീതിയും ആർക്ക് വേണം? മാണിപ്പറമ്പിലച്ചന്റെ ലിറ്റർജിയും ദൈവശാസ്ത്രവും ആർക്ക് വേണം? കർമ്മലകുസുമത്തിന്റെ ഈ ക്രിയാത്മക വിമർശനം ആർക്ക് വേണം? ഈ സിനഡ് നടക്കുമ്പോൾ ഒരു മെത്രാൻ എന്നെ വിളിച്ച് പറഞ്ഞു, മാണിപ്പറമ്പിലച്ച അങ്ങ് നിരാശപ്പെടരുത്. സത്യം പറഞ്ഞാൽ 2 പ്രാവശ്യം പുള്ളി വിളിച്ചു. അങ്ങ് നിരാശപ്പെടരുത്, ഈ സിനഡിലും അച്ഛൻ വിചാരിച്ചതുപോലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം, ആ മെത്രാനച്ചൻ ഒരു കാര്യം കൂട്ടിച്ചേർത്തു. അച്ഛൻ നിരാശപ്പെടരുത് എന്ന് മാത്രമല്ല, അച്ഛൻ്റെ പ്രവാചക ദൗത്യവുമായി മുന്നോട്ട് പോകണം. അതെനിക്കൊരു പ്രത്യാശയായി. അതായത് ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, മാണിപ്പറമ്പിലച്ചൻ വിചാരിച്ച പോലെയൊന്നും ഈ സിനഡിൽ തീരുമാനിച്ചില്ലെങ്കിലും മാണിപ്പറമ്പിലച്ചൻ നിരാശപ്പെടരുത്, ഈ പ്രവാചക ദൗത്യവുമായി മുന്നോട്ട് പോകണം. അതൊരു മെത്രാൻ വിളിച്ച് പറഞ്ഞല്ലോ, അതെനിക്ക് സന്തോഷമായി. എനിക്ക് നിരാശ ഉണ്ടാവുമോ? എനിക്ക് നിരാശതയുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാകില്ല. എന്താ കാര്യം? ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കുള്ളതാണ് നിരാശത. ഈ സഭയുടെ ഭാവിക്ക് ഉപകരിക്കും എന്ന് തോന്നുന്നത് മാത്രമാണ് ഞാൻ പരസ്യമായി പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, എറണാകുളം അങ്കമാലിയിലെയും മറ്റ് രൂപതകളിലെയും അനേകം പേർക്ക് എന്താണ് തിരുസഭ, എന്താണ് ലിറ്റർജി, എന്താണ് സുറിയാനി പാരമ്പര്യം, എന്താണ് ദൈവശാസ്ത്രം എന്നിവയിൽ അറിവ് പകരാൻ എൻ്റെ വീഡിയോസ് വളരെയധികം ഉപകരിക്കുന്നുവെന്ന് ആർക്കെങ്കിലും തർക്കമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ദൗത്യം തുടരണമെന്ന് മെത്രാന്മാർ തന്നെ ആവശ്യപ്പെടുന്നത്. അവരിൽ പലരും നിസ്സഹായരാണ്. നമ്മളെ മെത്രാന്മാരെ കുറ്റപ്പെടുത്തും, പക്ഷെ പലരും നിസ്സഹായരാണ്. പക്ഷേ ദൈവം ഇടപെടുമെന്ന വിശ്വാസം ആ മെത്രാന്മാർക്കും നമുക്കും ഉണ്ടാകട്ടെ. അത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. സ്വാഭാവികമായും നാം ചോദിച്ചു പോകുന്നു, അപ്പോൾ ഈ സഭയിൽ ദൈവജനത്തിന് നീതി ലഭിക്കണമെന്ന് വാദിക്കുന്ന മെത്രാന്മാർ അന്യം നിന്ന് പോയോ? ഇപ്പോൾ ഈ സിനഡിലും മെത്രാന്മാർ അന്യം നിന്ന് പോയോ? ഇതൊക്കെ ദൈവജനത്തിന് നീതി ലഭിക്കണം, ഈ തോന്നിയ പോലെ നിയമങ്ങൾ അട്ടിമറിക്കാൻ കഴിയില്ല, ഈ അടിമതിക്കാരെ സംരക്ഷിക്കാൻ കഴിയില്ല, നിയമങ്ങളൊക്കെ തോന്നിയ പോലെ ആക്കാൻ കഴിയില്ല, കൂതാശ വിലക്കുള്ളവർ ഇതുപോലെ അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന മെത്രാന്മാരുണ്ട്. പക്ഷേ അവർ ചെറിയൊരു ശതമാനമാണ്. ഈ സിനഡിൽ തന്നെ ചെറിയൊരു ശതമാനമാണ്. അപ്പോൾ
ഈ പറഞ്ഞ പാമ്പാറയച്ചൻ്റെയും കർമ്മല കുസുമത്തിൻ്റെയും മാണിപ്പറമ്പരച്ചൻ്റെ ഒക്കെ വോയിസ് ശബ്ദത്തിന് ഇല്ലേ അംഗീകാരം അല്ലെങ്കിൽ അതിനൊരു പിന്തുണ കിട്ടാത്തത് പോലെ ഈ മെത്രന്മാർക്കും പിന്തുണ കിട്ടുന്നില്ല. സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന, നീതിയുടെ കൂടെ നിൽക്കുന്ന മെത്രന്മാർക്ക് പിന്തുണ കിട്ടുന്നില്ല. അപ്പോൾ തീർത്തും ഒരു പ്രകാശമില്ലാത്ത ഒരു സിനഡാണ് ഇപ്പം നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ വെളിച്ചമുണ്ട്, പക്ഷെ അത് വളരെ ചെറിയൊരു വെട്ടം മാത്രമേ ഉള്ളൂ അവിടെ. കാരണം ഈ സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ, നീതിയുടെ കൂടെ ഉറച്ചു നിൽക്കാൻ കുറേ കൂടെ ആളുകൾ വേണമായിരുന്നു. അതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെയുണ്ട്. സത്യത്തിൽ ഈ മെത്രാന്മാരുടെ ഇമേജ്, പ്രതിച്ഛായ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ നഷ്ടപ്പെട്ട്, അവരുടെ മഹത്വം മുഴുവൻ നഷ്ടപ്പെട്ട് വളരെ മോശം അവസ്ഥയിലാണ്. അവരുടെ പ്രതിച്ഛായ വളരെ മങ്ങലേറ്റ് നിൽക്കുകയാണ്. അത് അവർ തന്നെ വരുത്തിയതാണ്. നിലപാടുകളിൽ ഉറപ്പില്ലാതെ, ആദർശങ്ങളിൽ ഉറപ്പില്ലാതെ ഈ കസേര എന്നൊരു മാനദണ്ഡത്തിൽ മാത്രം നിന്നു പോയത് കൊണ്ട് ഇത് സഭാചരിത്രത്തിൽ എങ്ങനെയൊക്കെ രേഖപ്പെടുത്തുമെന്ന് നിങ്ങൾ ആലോചിക്കുക. ഈ കുറേ മെത്രാന്മാർ സഭാമക്കളെയാണ് ഈ ശത്രുക്കളായി കാണുന്നത്. നിങ്ങൾക്ക് അംഗബലമില്ലെന്ന് അവരെ കളിയാക്കുന്നതും ഈ മെത്രാന്മാരാ. ഈ സഭാമക്കളെ അംഗബലമില്ലെങ്കിൽ അതിന് ഒന്നാമത്തെ ഉത്തരവാദികൾ മെത്രാന്മാർ തന്നെയല്ലേ. ഈ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഏതെങ്കിലും ഒരു മെത്രാനോ വൈദികരോ വന്നിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ 95% ജനങ്ങളും കൂടെ നിൽക്കുമായിരുന്നില്ലേ? അപ്പോൾ ഈ മുന്നേറ്റക്കാരും പിന്നെ വിമത വൈദികരും അവര് സഭയെ അനുസരിക്കുന്ന തരത്തിൽ, മാർപ്പാപ്പയെ അനുസരിക്കുന്ന തരത്തിൽ വരുമായിരുന്നില്ലേ? ഒരു മെത്രാൻ, ഒരൊറ്റ മെത്രാൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരൊറ്റ മെത്രാൻ ഈ ജനത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് വന്നിരുന്നെങ്കിൽ 95% ജനങ്ങളും ആ മെത്രാന്റെ പിന്നിൽ അണിനിരക്കുമായിരുന്നു. എന്തുകൊണ്ട് മെത്രാന്മാർ ചെയ്തില്ല? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാന്മാർ എന്തുകൊണ്ടാണ് അവർ ഈ നേരും നെറിവുമില്ലാത്ത മുന്നേറ്റക്കാരും ആയിട്ടും വിമതവരും മാത്രമായിട്ട് ചർച്ച ചെയ്യുന്നത്? അതിനകത്തൊരു തെറ്റായ കീഴ്വഴക്കമില്ലേ? തിന്മയുമായുള്ള കൂട്ടുകെട്ടില്ലേ? തീർച്ചയായും ഈ സഭാമക്കള് അവരെല്ലാവരും പുണ്യവാന്മാരൊന്നുമല്ല. അവർക്ക് ഭയങ്കരമായ ഈഗോ ഉണ്ട്. അവർ തമ്മിൽ നേതൃത്വത്തിന് വേണ്ടിയുള്ള മത്സരമുണ്ട്. പക്ഷെ അവരാണ് ദൈവജനം. ദൈവം മെത്രാന്മാരെ ഏൽപ്പിച്ച ജനം അവരാണ്. അവരെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഐക്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും ഒരു ഭഗീരഥ പ്രയത്നമാണ്. ആ ഉത്തരവാദിത്തമാണ് മെത്രാന്മാരെ ഏറ്റെടുക്കേണ്ടിയിരുന്നത്. മാത്രമല്ല, നമ്മുടെ സഭയിൽ ഒരു സംവിധാനം വേണ്ടേ? അവിടെ ബോധ്യമാകുന്ന വിധത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം, നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ച് നിയമാനുസൃതമായ നടപടികൾ സമയബന്ധിതമായി സ്വീകരിക്കാനുള്ള സംവിധാനം, അത് നടപ്പാക്കാനുള്ള സംവിധാനം, അതുകൊണ്ടൊക്കെ നമുക്ക് കഴിയില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാത്തത്? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണ് ആത്മധൈര്യം, അല്ലെ? 7 ദാനങ്ങളിലൊന്ന്. നമ്മൾ നെഞ്ചുറപ്പ്, ചങ്കൂറ്റം എന്നൊക്കെ പറയും. നമ്മൾ ആ മലയാളം വാക്കുകൾ ഉപയോഗിച്ചാലും ആത്മധൈര്യം എന്നാണ് ഈ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക്. ഫോർട്ടിറ്റ്യൂഡ്, ധൈര്യം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാൽ മാത്രമേ ഈ ദാനം ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റൂ. മെത്രാന്മാര് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അവരെ വാഴപ്പിണ്ടി എന്ന് വിളിക്കേണ്ടി വരില്ല. ചങ്കുറുപ്പും നെഞ്ചുറപ്പും ഉണ്ടായാനേ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാൽ. അപ്പോൾ ഇപ്പോൾ മെത്രാന്മാർ ആരെയാണ് പ്രീതിപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കണം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. ഒരാൾ തമാശയ്ക്ക് പറഞ്ഞു, സിനഡ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥന ഒക്കെ നടത്തി. അത് കഴിഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പ് ഒരു പ്രഖ്യാപനം നടത്തി, മെത്രാന്മാരല്ലാത്തവരെല്ലാം പുറത്തു പോകട്ടെ, മെത്രാന്മാരല്ലാത്തവരെല്ലാം പുറത്തു പോകട്ടെ. അപ്പോൾ പരിശുദ്ധ റൂഹായും പുറത്തേക്ക് കടന്നു. പുള്ളി മെത്രാനല്ലല്ലോ. മെത്രാന്മാരല്ലാത്തവരൊക്കെ സിനഡ് ഹാളിൽ നിന്ന് പുറത്തു പോകട്ടെ എന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന കേട്ടപ്പോൾ പരിശുദ്ധ റൂഹായും സിനഡ് ഹാളിന് പുറത്തേക്ക് പോയി. തമാശയ്ക്ക് പറഞ്ഞതാണ്, പക്ഷെ അതിനകത്തൊരു ഒരു 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 സത്യമുണ്ട്. പരിശുദ്ധ റൂഹ അവിടുന്ന് സിനഡ് ഹാളിൽ നിന്ന് പുറത്തേക്ക് കടന്നെങ്കിലും സഭാമക്കളിൽ ആവേശിച്ചു. പരിശുദ്ധ റൂഹ സഭാമക്കളിൽ ആവേശിച്ചു. തങ്ങളുടെ സഭയുടെ മഹത്വം, തങ്ങളുടെ വിശ്വാസ ജീവിതം, വിശുദ്ധ പാരമ്പര്യം, സുറിയാനി സഭയുടെ സ്വത്വം, അതെല്ലാം മുറുകെ പിടിക്കാൻ പരിശുദ്ധ റൂഹ ഈ സഭാമക്കളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കുർബാന കിട്ടാൻ വേണ്ടി അവർ തെരുവിലിറങ്ങാനുള്ള ശക്തിയും ധൈര്യവും ഈ പരിശുദ്ധ റൂഹയാണ് അവർക്ക് നൽകിയത്. 150 പേരോ 200 പേരോ 140 പേരോ എത്രയെങ്കിലും ആവട്ടെ, അത്രയും പേര് മൗണ്ട് തോമസിന്റെ മുമ്പിൽ അവര്
ആത്മധൈര്യത്തോടെ മഴയും വെയിലൊക്കെ വകവെക്കാതെ അവിടെ സമ്മേളിച്ചു. അത് പരിശുദ്ധ റൂഹായുടെ ഒരു പ്രചോദനമാണ്, പ്രേരണയാണ്. അവര് ഇപ്പോഴും ഈ 2021 മുതൽ സഭാമക്കൾ തെരുവിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ അസമയത്തുള്ള ഏകീകൃത കുർബാന പോലും അവർക്ക് കിട്ടുമായിരുന്നോ? ഞാനൊന്ന് ആവർത്തിക്കുകയാണിത്. ഈ സഭാമക്കൾ തെരുവിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ അസമയത്തുള്ള ഏകീകൃത കുർബാന പോലും അവർക്ക് കിട്ടുമായിരുന്നോ? വിമത വൈദികരും മുന്നേറ്റക്കാരും ഈ അസമയത്തുള്ള ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് നിർബന്ധിതരായത് സഭാമക്കൾ തെരുവിലിറങ്ങിയത് കൊണ്ടല്ലേ? അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി ജനത്തിന്റെ കൂടെ നിൽക്കാൻ പരിശുദ്ധ റൂഹ സിനഡ് ഹാളിൽ നിന്നും ഇറങ്ങി വന്നു. തെരുവിലിറങ്ങിയ ജനത്തിന്റെ കൂടെ നിൽക്കാൻ പരിശുദ്ധ റൂഹ കൂദശ സിനഡ് ഹാളിൽ നിന്നും ഇറങ്ങി വന്നു. അങ്ങനെ മൗണ്ട് തോമസിന്റെ കവാടത്തിൽ ജനത്തോടൊപ്പം പരിശുദ്ധ റൂഹ നിലയുറപ്പിച്ചു. അപ്പോൾ മെത്രാന്മാർക്ക് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിരുന്നെങ്കിലും ദൈവജനത്തിന് അത് പരിശുദ്ധാത്മാവിന്റെ കാറ്റായിരുന്നു, അഗ്നിയായിരുന്നു, പ്രാവായിരുന്നു. പരിശുദ്ധാത്മാവ് ഏത് വിധത്തിലാണ് ഈ സഭയെ നയിക്കുകയെന്ന് മെത്രാന്മാരെ നിങ്ങൾ കാത്തിരുന്ന് കാണൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.